എല്ലാവർക്കും നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ പൊതുവേ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ചോദ്യം മാത്രമാണ് ടഫ് ചോദ്യങ്ങൾ എന്ന ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കോൺസെപ്ച്വൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പൊതുവേ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻ ഉണ്ടാവുക. അപ്പോൾ ഇന്ന് നമ്മൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്ന 3 ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ്. 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ താഴെ ഉത്തരങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. ഇന്ത്യൻ പോളിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വിഭാഗമാണിത്. അപ്പോൾ നമുക്കറിയാം ഈ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നതിൽ ഈ പറയുന്ന ലിസ്റ്റുകളിലൊക്കെ വിഷയങ്ങൾ ഉണ്ടാവും. അപ്പം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്, അതായത് സെൻട്രൽ ഗവൺമെൻറ്, ഇപ്പോൾ പാർലമെൻറ്റിനാണെങ്കിൽ യൂണിയൻ ലിസ്റ്റിൽ നിന്ന് ഈ പറയുന്ന നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന വിഭാഗങ്ങൾ തിരിച്ചിരിക്കുന്നത്: സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ പാർലമെൻറ്റിന് മാത്രമേ നിയമനിർമ്മാണത്തിന് അധികാരമുള്ളൂ. ബേസിക് ചോദ്യമാണ്, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അത് ബേസിക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം പറയാൻ പറ്റും. യൂണിയൻ ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ പാർലമെൻറ്റിന് മാത്രമേ നിയമനിർമ്മാണത്തിന് അധികാരമുള്ളൂ. 2, ഉപ്പ് എന്നത്, അതായത് മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ ഓഫ് സോൾട്ട് എന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമനിർമ്മാണം, അതുമായി ബന്ധപ്പെട്ടുള്ള റെസ്ട്രിക്ഷൻസ് എല്ലാം കൊണ്ടുവരാൻ പറ്റുന്നത്, നിയമത്തിലൂടെ കൊണ്ടുവരാൻ പറ്റുന്ന ആർക്കാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണെന്ന് പറയുന്നു. 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളാണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണം നടത്തുന്നതിന് തടസ്സമില്ല. അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കോൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റോ യൂണിയൻ ലിസ്റ്റോ ആണെങ്കിൽ, അപ്പോൾ കോൺകറൻറ്റ് ലിസ്റ്റിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇതിൽ ആകെ ഒരു കാര്യം പറയാനുള്ളത്, കോൺകറൻറ്റ് ലിസ്റ്റിലും എന്താണ്, യൂണിയൻ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ പാർലമെൻറ്റിനും അതുപോലെ തന്നെ സ്റ്റേറ്റ് അസംബ്ലിക്കും എന്ത് അധികാരമുണ്ട്? കോൺകറൻറ്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ മുകളിൽ ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്, അല്ലേ? അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? 3 ലിസ്റ്റുകളിൽ ഉൾപ്പെടാത്ത വിഷയങ്ങളാണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണം നടത്തുന്നതിന് തടസ്സമില്ല. അപ്പോൾ യൂണിയൻ ലിസ്റ്റിലില്ല ഒരു വിഷയം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്തെങ്കിലും, ഇപ്പോൾ എന്താ പറയുക, ബോർവെല്ലിനെ കുറിച്ചുള്ള വെറുതെ എക്സാമ്പിളാണ്. ബോർവെല്ലിനെ കുറിച്ചൊന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ജലസ്രോതസ്സിനെ കുറിച്ചൊന്നും, ഇപ്പോൾ ഈ പറയുന്ന അണ്ടർഗ്രൗണ്ട് എക്സ്പ്ലോയിറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സ്റ്റേറ്റ് ലിസ്റ്റും ഇല്ല, യൂണിയൻ ലിസ്റ്റിലും ഇല്ല, കൺകറൻറ്റ് ലിസ്റ്റിലും ഇല്ല ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റുകൾക്ക് ചെയ്യാം. അതായത് അങ്ങനെ ഒന്നിലും പെടാത്ത ഒരു വിഷയമാണെങ്കിൽ, സ്റ്റേറ്റ് ലിസ്റ്റിലില്ലാത്തൊരു വിഷയമാണെങ്കിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റുകൾക്ക്, സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുണ്ടെന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് യൂണിയൻ ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ പാർലമെൻറ്റിന് മാത്രമേ നിയമനിർമ്മാണത്തിന് അധികാരമുള്ളൂ. അത് ശരിയല്ലേ? യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടില്ല, പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. യൂണിയൻ ലിസ്റ്റിൽ എന്തൊക്കെ വിഷയങ്ങളാണുള്ളത് ആ വിഷയങ്ങളിലെല്ലാം ആർക്കാണ് അധികാരമുള്ളത്? നിയമം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പാർലമെൻറ്റിന് മാത്രമേ ഉള്ളൂ. ഉപ്പ് എന്നത് മാനുഫാക്ചറിങ് ആൻഡ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഉപ്പ് എന്നത്, സോൾട്ട് എന്ന് പറയുന്ന വിഷയം യൂണിയൻ ലിസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് എന്ത് അധികാരമില്ല? സംസ്ഥാനങ്ങൾക്ക് ഈ പറയുന്ന, അപ്പോൾ നമ്മളെന്താ പറഞ്ഞു നിർത്തി? സോൾട്ട് യൂണിയൻ ലിസ്റ്റിലുള്ളതാണ്, അതുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണത്തിന് വകുപ്പില്ല. 3 ലിസ്റ്റുകളിൽ ഉൾപ്പെടാത്ത വിഷയങ്ങളാണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുണ്ടെന്ന് അല്ലെങ്കിൽ തടസ്സമില്ല എന്നാണ് പറഞ്ഞത്. അതും തെറ്റാണ്. എന്താ കാര്യം? 3 ലിസ്റ്റിലും ഇല്ലാത്തതിനെക്കുറിച്ച് എന്താ പറയുക? റെസിഡ്വറി പവേഴ്സ് എന്നാണ് പറയുക, അല്ലേ? റെസിഡ്വറി പവേഴ്സ് എന്താ പറയുക? ഈ റെസിഡ്വറി പവേഴ്സ് ആർക്കാണ് ഉള്ളത്? അത് പാർലമെൻറ്റിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1, 2, 3 സ്റ്റേറ്റ്മെൻറ്റ്സ് തെറ്റാണ്. അതുകൊണ്ട് ഏതായിരിക്കും ഉത്തരം? ഓപ്ഷൻ ബി, ഓൺലി 1 ആണ് ഉത്തരം. ഏത് ആർട്ടിക്കിളാണ് റെസിഡ്വറി പവേഴ്സിനെ കുറിച്ച് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഏത് ആർട്ടിക്കിൾ, വിച്ച് ഇസ് ദ ആർട്ടിക്കിൾ വിച്ച് ഈസ് സ്പെസിഫിക്കലി മെൻഷനിങ് അബൌട്ട് റെസിഡ്വറി പവേഴ്സ് ഓഫ് ദി പാർലമെൻറ്റ്? റെസിഡ്വറി പവേഴ്സ്, അതായത് 3 വിഷയങ്ങളിലും 3 ലിസ്റ്റുകളിലും ഇല്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ളത് അതായത് പാർലമെൻറ്റിനാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കലാണ് നിങ്ങളുടെ ഈ പറയുന്ന ടാസ്ക്, ഈ സെഷൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്. ഏത് ആർട്ടിക്കിളാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബൈ, ടേക്ക് കെയർ.